ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന തിരുവിൽവാമല പൂതനക്കര സ്വദേശി ജയപ്രകാശിന് ചികിത്സാ സഹായം സമാഹരിക്കുന്നതിനായി തിരുവിൽവാമല ക്രിക്കറ്റ് കൂട്ടായ്മ കാരുണ്യ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാരുണ്യത്തിന്റെ കരസ്പർശമേകി രോഗബാധിതന് ചികിത്സാ ധനസഹായവുമായി തിരുവില്ലോമലയിലെ ക്രിക്കറ്റ് കൂട്ടായ്മ രംഗത്തെത്തി. തിരുവില്ലോമല പൂതനക്കര സ്വദേശിയായ 51 വയസ്സുകാരൻ ജയപ്രകാശിന്റെ ചികിത്സാ ചെലവ് സമാഹരിക്കുന്നതിനാണ് ഈ വേറിട്ട ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ശ്വാസകോശത്തിലെ പഴുപ്പ് മൂലം ന്യൂമോണിയ ബാധിച്ച് അത് വൃക്കകളെയും ബാധിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ടാപ്പിംഗ് തൊഴിലാളിയാണ് ജയപ്രകാശ്. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ശേഷം നിലവിൽ അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. തുടർ ചികിത്സയ്ക്കായി ഉടൻ തന്നെ 2.5 ലക്ഷം രൂപയിലധികം ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് പരമാവധി സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവില്ലോമല അത്താണിയിലെ ഉഷസ് ഗ്രൗണ്ടിൽ ടൂർണമെന്റ് നടത്തിയത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്രേമികളും നാട്ടുകാരും പങ്കെടുത്ത ടൂർണമെന്റിലൂടെ വലിയൊരു തുക സമാഹരിക്കാൻ കഴിഞ്ഞതായി സംഘാടകരിൽ ഒരാളായ അരവിന്ദ് അറിയിച്ചു. തിരുവില്ലോമല പൂതനക്കര സ്വദേശി ജയപ്രകാശ് എന്ന 51-കാരൻ്റെ ചികിത്സയുടെ ഭാഗമായി ശ്വാസകോശത്തിൽ പഴുപ്പിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങളെ സമീപിച്ചതും അതിനുവേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം തിരുവില്ലോമലയിലെ ക്രിക്കറ്റ് പ്രേമികൾ ഇവിടെ ഒരു ചെറിയ ടൂർണമെൻറ്റിൻ്റെ രൂപത്തിൽ നടത്തി. അത്യാവശ്യത്തിന് വേണ്ട 2.5 ലക്ഷം രൂപയാണ് വേണ്ടത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് നടക്കുന്ന ഒരു ടൂർണമെന്റാണ് ഇവിടെ. ഇതിൽ നിന്നും കിട്ടുന്ന പണം എത്ര വലുതായാലും എത്ര ചെറുതായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ആ സഹായത്തിന് വേണ്ടി നൽകുന്നതായിരിക്കും. ക്രിക്കറ്റ് മൈതാനത്തെ ആവേശം ഒരു മനുഷ്യജീവനെ രക്ഷിക്കാനുള്ള കൂട്ടായ്മയായി മാറിയ കാഴ്ച നാടിന് തന്നെ മാതൃകയായി. ന്യൂസ് ഡെസ്ക് CCV.